ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യം അവലംബിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ഞെരുക്കം എന്ന് പറയുമ്പോൾ അത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല, സഹനം എന്നുള്ളതല്ല. ഈ മുന്തിരിയിൽ നിന്നും മുന്തിരിച്ചാറ് പിഴിഞ്ഞെടുക്കാൻ എപ്രകാരമാണ് ആ മുന്തിരിയെ ഇങ്ങനെ ഞെക്കി പിഴിയുന്നത്, അതുപോലെയുള്ള ഞെരുക്കങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളതാണ് വചനം പറയുന്നത്. എത്രത്തോളം കഠിനമായ സഹനങ്ങളിലൂടെ ക്രിസ്തു ശിഷ്യർ കടന്നു പോകേണ്ടിയിരിക്കുന്നു. എങ്കിലും നൽകുന്ന ഉറപ്പെന്താ? ധൈര്യം അവലംബിക്കണം. നിങ്ങൾ ഇവിടെയൊന്നും നഷ്ടധൈര്യരായി പോകരുത്. കാരണം നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ ഞെരുക്കപ്പെടുന്നത്, അവൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നവനാ. അവൻ്റെ മുന്നിൽ ഒരു ശക്തിക്കും ഇടമില്ല. കാരണം മരണത്തെ പോലും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ്റെ മുന്നിൽ ഇനി ഒരു അന്ധകാര ശക്തിക്കും ഇടമില്ല, സ്ഥാനമില്ല എന്ന് അസന്നിഗ്ധമായി അവൻ പ്രഖ്യാപിക്കുമ്പോൾ അവന് വേണ്ടി നമ്മൾ കടന്നു പോകേണ്ട കൈപ്പേറിയ അനുഭവങ്ങൾ, ഞെരുക്കങ്ങൾ, അതിൽ തന്നെ തിന്മയല്ല, അത് നമ്മെ ഓരോരുത്തരെയും മുന്തിരിച്ചാറാക്കി മാറ്റും, ലഹരിയുള്ളതാക്കി മാറ്റും, കുറെ കൂടി അവൻ്റെ സ്നേഹത്തോട് ചേർത്തു നിർത്തുന്നതാക്കി മാറ്റും എന്നുള്ളതാ അതിൻ്റെ പ്രത്യേകത. ഏതൊരു മുന്തിരിയും കുറച്ച് കഴിയുമ്പോൾ ജീർണിക്കും. എന്നാൽ അത് മുന്തിരിച്ചാറായാൽ പിന്നെ അതിൻ്റെ ആയുസ്സിന് പരിധികളില്ല. വർഷം കഴിയും തോറും അതിൻ്റെ ലഹരി കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താ? നീ വെറും മുന്തിരിയായിട്ടിരുന്നാൽ അത് ജീർണിക്കും, മണ്ണിൽ തീർന്നു പോകും. എന്നാൽ ആ മുന്തിരിച്ചാറായി മാറ്റുന്ന ഞെരുക്കത്തിലൂടെ കടന്നു വന്നാൽ പിന്നെ അനന്തതയാണ് നിന്റെ ജീവിതത്തിൻ്റെ ലഹരി എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണിനും പുഴുക്കൾക്കും വേണ്ടി തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. അത് അനന്തതയാണ്, നിത്യതയാണ്, എൻ്റെ കർത്താവിനോടൊപ്പമുള്ള ലഹരിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാൻ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ നമുക്കായിരിക്കാം.